ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു ചെറിയൊരു പർച്ചേസിങ്ങിന് പോണ ഒരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം തൃശ്ശൂർക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും അധികം എടുക്കാനൊന്നും പറ്റിയില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ എടുക്കാൻ പറ്റിയില്ല, കാരണം മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോകുമ്പോഴുള്ള കുറച്ച് വീഡിയോ ആണ് കേട്ടോ, കുറച്ച് വീഡിയോസിൻ്റെ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ വന്നതിന് ശേഷം കേട്ടോ ഇൻട്രൊഡക്ഷൻ എടുത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടവും ഇതൊക്കെയും ഒക്കെ പുഴയും താണ്ടി ഞങ്ങളിതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് കാഞ്ഞാണി പാലാണ്. കാഞ്ഞാണി കഴിഞ്ഞിട്ട് അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരം ഇങ്ങനെ വീഡിയോസ് ഉണ്ട് കേട്ടോ, അങ്ങനെ വണ്ടി ഓടിക്കുന്നത്, യാത്ര ചെയ്യണത്. അപ്പം ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നല്ല നല്ല ഇത് കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് കുറേശ്ശെ വീഡിയോ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ കൂട്ടുകാർക്ക് കുറച്ച് മുഷിപ്പ് തോന്നുമായിരിക്കാം. പക്ഷെ എന്നാലും എന്താ പറയുക, കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല. അത് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനത്തെ കുറേ പോണ വഴിയിൽ പാടവും ഇതൊക്കെ ആയിട്ടുണ്ട്. അത് നല്ല രസമാണ് കാണാൻ കേട്ടോ. കൂട്ടുകാർ തൃശ്ശൂർക്കൊക്കെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. തൃശ്ശൂർ പൂരവും ഇതൊക്കെയും വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇത് കാഞ്ഞാണിയാണ്. കാഞ്ഞാണി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല നല്ല കാഴ്ചകളും രണ്ട് സൈഡും നല്ല പാടും ഇതൊക്കെ ആയിട്ട് വയലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എന്താ പറയുക, നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാണ്. അപ്പോൾ അത് ഭയങ്കര തിരക്കുണ്ട്. വലിയ വലിയ വണ്ടികളാണ് കേട്ടോ. ലോറികൾ ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റോഡിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും ഈ പറഞ്ഞ പോലെ വണ്ടികൾ ഒരു സൈഡ് നമുക്ക് ഒരു പരിഗണനയില്ല കേട്ടോ. അവർ അവരുടെ ഇതിന് പോവും. അല്ലാതെ നമ്മളിങ്ങനെ യാത്രക്കാരെ പരിഗണിക്കണ ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, തൃശ്ശൂർ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കുറച്ചുകൂടെ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അധികം മുഴുവനൊന്നും എടുത്തിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളും ഇതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത്തും വേണമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, അങ്ങനെ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടികളെ നല്ല പേടിയുണ്ട് കേട്ടോ, കാരണം അത്രയും തിരക്കുണ്ട്. വണ്ടികൾക്കൊന്നും ഒരു ഇതില്ലാതെ പോണ കാറും ഇതൊക്കെ. നമ്മളിങ്ങനെ ചെറിയ വണ്ടിക്കാർ പോകണ്ടെങ്കിലും അവർക്കതൊന്നും ഒരു ഇതില്ല, മൈൻഡൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് എന്താ പറയുക, ഇത് എവിടെ സ്ഥലം, കോട്ട, പടിഞ്ഞാറേ കോട്ട ആണെന്ന് തോന്നുന്നു. പടിഞ്ഞാറേ കോട്ട എത്താറായിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവിടേക്കും തൃശ്ശൂർ അങ്ങോട്ട് ഭയങ്കര ബ്ലോക്കാണ്. കുറേ ഈ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവും, ജോലിക്കാരും അങ്ങനെയൊക്കെയും. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. പക്ഷേ എന്നാലും നല്ല തിരക്കുണ്ട്. ജോലിക്കാരല്ല, പിന്നെ ഈ വണ്ടികളുടെ ബ്ലോക്ക്. ജോലിക്കാർ കഴിയേണ്ട ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് ഞങ്ങളൊരു ഇവിടുന്ന് പോകുമ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആയി. അങ്ങനെ കോട്ടയെത്തി, പടിഞ്ഞാറേ കോട്ടയെത്തി. അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഞങ്ങൾ ക്രോസ് അങ്ങോട്ട് തിരിയാണ്. അങ്ങനെ തിരിഞ്ഞു. അങ്ങനെ ഇതാ ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ, പടിഞ്ഞാറേ കോട്ടയുടെ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, വെസ്റ്റ് കോട്ട്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഡെലിവറി നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെയാണ് പോവുക. അപ്പോൾ അതിൽ കൂടെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മൾക്ക് ഇത് ഓർമ്മ വരും കേട്ടോ, ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ. കാരണം കുറേ ഇതുണ്ട്, അത് കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ. പിന്നെ എന്താ പറയുക, അപ്പോൾ അവിടെ എത്തുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. അങ്ങനെ നമ്മൾ എന്താ പറയുക, തൃശ്ശൂർ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. റൗണ്ട് അവിടെ നിന്ന് അപ്പോൾ വടക്കുന്നാഥൻ്റെ മുന്നിലൂടെയല്ലേ നമ്മൾ പോവുക, വടക്കുന്നാഥൻ അമ്പലം. അപ്പോൾ അത് കാണപ്പോൾ അങ്ങനെ അവിടെ എത്തി. എനിക്കെപ്പോഴും ഇവിടെ ഈ വടക്കുന്നാഥൻ്റെ മുന്നിലെത്തുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക ഒരു അനുഭൂതി തോന്നും കേട്ടോ.
എൻ്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ അതെന്താണെന്നറിയില്ല. എനിക്ക് എപ്പോഴും തൃശ്ശൂർ വരുമ്പോൾ ഈ ഭാഗം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താണെന്നറിയില്ല, അത് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതേ തേക്കിൻകാട് മൈതാനം നമ്മൾ റൗണ്ടിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഇവിടെ അത്രയധികം തിരക്കില്ലട. ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്, ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് അധികം ഈ ഭാഗത്തൊന്നും തിരക്കില്ല. ഇന്ന് കോട്ടയുടെ അവിടെയും ആ ഭാഗത്തൊക്കെ കുറച്ച് തിരക്കായിരുന്നു, പക്ഷെ ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയായിരുന്നു ഞങ്ങൾ പർച്ചേസിന് വന്നത്. കല്യാൺ സാരീസ് വടക്കേ സ്റ്റാൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ കല്യാൺ സാരീസ്, അപ്പോൾ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോകാം കേട്ടോ. പാർക്കിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ആടി സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കല്യാൺ സാരീസിൽ. അങ്ങനെ ലിഫ്റ്റിൽ കയറി വെറുതെ ഒന്ന് ജസ്റ്റ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാട്ടെ കണ്ടത്. അപ്പം അങ്ങനെ ഞങ്ങളിതാ സാരി സെക്ഷനിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ അവൾക്ക് സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. അവളെ ഒരു സാരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ സാരി വാങ്ങി. പക്ഷേ ഞങ്ങൾ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്തോളൂ, കൂടുതൽ എടുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പർച്ചേസിങ് നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ മൊത്തത്തിലൊന്ന് വെറുതെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ തിരക്കൊന്നുമില്ല, അധികം തിരക്കൊന്നുമില്ല, അത്യാവശ്യം തിരക്കുള്ളൂ. അത് കാരണം കുഴപ്പമില്ല. അല്ലെങ്കിൽ തിരക്കുള്ള ദിവസമൊക്കെ വെച്ചാൽ നമുക്ക് ഇതുപോലെ അവർ നമ്മളെ പരിഗണന കുറവായിരിക്കും. പക്ഷെ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ സാരി എടുത്തു. ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളൊരു കടയിൽ കയറി, ഹോട്ടലിൽ കയറി. ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ, ഭയങ്കര വിശപ്പ്. അങ്ങനെ കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു മസാല ദോശ, അവൾ പൊറോട്ട കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു.